ഹായ്. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഒരു ദിവസം എങ്ങനെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കണം എന്ന് നമ്മളാണല്ലേ തീരുമാനിക്കും നമ്മുടെ ഓരോ ദിവസവും. അപ്പം അതിന് കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുക. കാരണം നമുക്ക് ഓരോ പ്രഭാതവും തരുന്നത് ദൈവമാണല്ലേ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ പ്രഭാതവും കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുക. അത് കഴിഞ്ഞ് നമ്മൾ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ദൈവത്തിന് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കഴിക്കാനായിട്ട് തയ്യാറാവുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ശരീരത്തിന് ഒരു സുഖവും മനസ്സിനും സന്തോഷവും സുഖവും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബ്രീത്തിങ് എക്സർസൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു നിശബ്ദമായിട്ട് ഇരുന്ന് അല്ലെങ്കിൽ സൈലൻ്റായ ഒരു സ്ഥലം നോക്കി അവിടെ ഇരുന്ന് ഒരു 10-15 മിനിറ്റ് നമുക്ക് എത്ര സമയമാണോ നമുക്ക് ഇരിക്കാനായിട്ട് ഉള്ളത് പറ്റുന്നത്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യാൻ തയ്യാറാവുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് നമുക്ക് നമ്മൾ ഡയറി എഴുതുന്ന കാര്യം പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ബുക്കിൽ ഇന്നത്തെ ദിവസം എന്താണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്നത്തെ പ്രഭാതത്തിൽ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു ജീവിതത്തിൽ നമുക്കൊരു മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾക്ക് മാറ്റം വരുത്താനും, അതുപോലെ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഒക്കെ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ആ ഒരു ഡയറി എഴുതുന്നത് ഒരു ശീലമാക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക. അതുപോലെ നമ്മൾ ഉറങ്ങുന്ന കാര്യമായാലും എഴുന്നേൽക്കുന്ന കാര്യമായാലും നമ്മൾ കൃത്യനിഷ്ഠ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക. നമ്മൾ കൃത്യനിഷ്ഠ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിന് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ, നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാക്കിയിട്ട് മാറ്റാനായിട്ട് നമ്മൾ തയ്യാറാവുക. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അല്ലേ, നമുക്ക് സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത്രയ്ക്കും ആ ഒരു എനർജിയോടു കൂടി നമ്മൾ ചെയ്യുക. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായാലും നല്ല എനർജി നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ദിവസം നമ്മൾ കാലത്ത് എഴുന്നേറ്റ് ആ ഒരു ഉറങ്ങുന്ന സമയം വരേക്കും നമുക്കൊരു എനർജിയും ഒരു ആരോഗ്യവും നമുക്കുണ്ടാകണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ആ പ്രഭാത ഭക്ഷണത്തിൽ പോലും നല്ല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാനായിട്ട് തയ്യാറാവുക. അപ്പോൾ ഇന്ന് ഒട്ടുമിക്ക ആളുകളും ആ ഒരു കാലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കാനായിട്ട് കറക്റ്റ് സമയത്തൊന്നും ആരും കഴിക്കില്ല അല്ലേ. നമ്മളുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നവരുണ്ടായിരിക്കും, അതുപോലെ ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കാം, വീട്ടിലെ തിരക്കുകളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു സമയം ഒന്നും നമുക്ക് ആ ഒരു പ്രഭാത ഭക്ഷണത്തിന് ഉണ്ടാകില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ടൊരു സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക. അതൊക്കെ നമ്മളുടെ ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ രീതിയിൽ, നമ്മളുടെ പ്രവൃത്തിയിൽ നമ്മൾ മാറ്റേണ്ട ഓരോ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ആ ഒരു ബുക്കിൽ എഴുതുന്നതിലൂടെയും നമുക്ക് നമ്മളുടെ ആ ഒരു നമ്മളുടെ ആ ഒരു മനസ്സിൽ വരില്ല. നമ്മൾ ആ ഒരു ബുക്കിൽ എഴുതുമ്പോൾ അത് നമ്മുടെ മനസ്സിനും കൂടിയാണ് പതിയുന്നത്. അപ്പോൾ അത് പിന്നീടായാലും നമുക്ക് ആ ജേർണലിങ് അതിനെക്കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ അതും നമുക്ക് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക. അതുപോലെ തന്നെ നമ്മളുടെ എന്ത് കാര്യത്തിനായാലും ഒരു ദിവസത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വിജയത്തിലേക്ക് നമുക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്കെല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.